ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ അച്ഛനും അമ്മയും, അതായത് മുകുന്ദമാഷും ഭാര്യയും കൂടി ഇനി നമുക്ക് ഒരു മകളെ ഉള്ളൂ എന്നും പറഞ്ഞ് പല്ലവിയെ പടി അടച്ച് മിണ്ടം വെച്ചു. അതേസമയം നമ്മുടെ പല്ലവി ഇങ്ങനെ ചത്ത ശവം പോലെ സേതുവിൻ്റെ വണ്ടിയിൽ ഇരിക്കുവാണ്. എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും, ഇതൊന്നും അറിയാതെ. പല്ലവി എന്ത് ചെയ്യണമെന്ന് അറിയാതെ സേതു ഇരിക്കുക. ഈ സമയത്താണെങ്കിൽ പ്രതാപനോട് ആ ന്യൂസ് മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത ഒരാൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. എന്തായാലും പഴയ കാലത്തായിരുന്നെങ്കിൽ അത് പത്രക്കാരും TV കാരൊക്കെ ആയിട്ട് കെങ്കേമോ ആക്കിയേനെ. ഇക്കാലം ആയതുകൊണ്ട് അതൊന്നും പോകാത്ത. ഏതായാലും ഇത് ഞാനങ്ങ് ആഘോഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഇങ്ങനെ അവിടെ ഇരുന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴേക്കും ഭാര്യ വന്നു. പത്മജ വന്നിട്ട് ചോദിച്ചു, എന്താ മനുഷ്യ കാര്യം? എടി, അവനെ പോലീസ് പൊക്കിയെന്ന് പറഞ്ഞു. പോലീസോ? ആ, മാധവമേനോന്റെ പുന്നാരപുത്രൻ ഇല്ലേ, അവനെ പോലീസ് പൊക്കിയെന്ന്. എന്തിന്? പെണ്ണ് കേസിനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പത്മജ കിടന്ന് തുള്ളിച്ചാടുക. അയ്യോ, എവിടെ വെച്ച? അപ്പൊ കോളേജിൽ വെച്ച. പെണ്ണെ അവിടെ പഠിപ്പിക്കുന്നവളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കുക. എന്തായാലും ആകെ നാറ്റക്കേസായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാലും ആ സേതുവിനെ കണ്ടാൽ പറയുമോ അവനൊരു കുഴപ്പക്കാരനാണെന്ന്? അതാ. അല്ല, അതിപ്പോൾ നിങ്ങളെ കണ്ടാലും പറയില്ല. എന്തോന്നു? അതിന് ഞാനേത് പെണ്ണിനെ അടി വിളിച്ച് മുറി കയറ്റിയതെന്ന് പ്രതാപൻ ചോദിച്ചപ്പം, അയ്യോ, മുറി കയറ്റിയതിൻ്റെ ഇറക്കിയതിൻ്റെയും കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിലിരിപ്പിൻ്റെ കാര്യമാണ്. കണ്ട കുറേയൊക്കെ തൊട്ട് ഭയങ്കര വലിയ മാന്യൻ. കയ്യിലിരിപ്പാണെങ്കിലോ തട്ടിപ്പും വെട്ടിപ്പും. ഞാനേ തട്ടിപ്പൊക്കെ നടത്തുന്നതേ എനിക്ക് സുഖിക്കാൻ വേണ്ടി മാത്രമൊന്നും അല്ല, നിനക്കും കൂടെ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പം, ആ അതാ പിന്നെ ഞാനും അങ്ങ് ക്ഷമിച്ചു വിടുന്നതെന്നും പറഞ്ഞുകൊണ്ട് പത്മജ അങ്ങ് പോവുക. അല്ലാതെ അറിഞ്ഞ കാര്യം ഒന്ന് ഋതികയെ കൂടെ വിളിച്ച് പറഞ്ഞേക്കണേ, അവളും ഒന്ന് സന്തോഷിക്കട്ടെ. അപ്പം നീ പറഞ്ഞത് കറക്റ്റ് എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോഴേക്കും നമ്മുടെ പത്മജ പറഞ്ഞതുപോലെ തന്നെ ഭാര്യയുടെ വാക്ക് അനുസരിക്കണമല്ലോ. പ്രതാപൻ നേരെ ഋതുവിനെ വിളിക്കുക. എപ്പോൾ എന്താ നിങ്ങളെ എന്ന് ചോദിച്ചപ്പോൾ, ആ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പുള്ളിക്കാരി നിനക്ക് അറിയാമെന്ന് ചോദിച്ചപ്പം, എനിക്കറിയാം, ആ സേതുവിൻ്റെ ഒരു ഇഷ്ടക്കാരി അവിടെ പഠിപ്പിക്കുന്നുണ്ട്, അവൾ തന്നെയായിരിക്കും കക്ഷി. ഏതായാലും നടന്നതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല കുറച്ച് കാര്യങ്ങളാണ്. അവൻ വലിയ കേസിലോ പൊല്ലാപ്പിലൊക്കെ ചെന്ന് പെട്ടാലേ വിൽപത്രത്തിലെ അവകാശം റദ്ദാകുമെന്ന് പറഞ്ഞു. അപ്പം റദ്ദാവണം, എങ്കിലേ നമുക്ക് മനസ്സമാധാനമായിട്ട് കമ്പനിയിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ എന്ന് ഋതിക പറഞ്ഞപ്പോൾ, അതിനുള്ള വഴിയായിരിക്കും മോളെ നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നതെന്ന് പ്രതാപം പറഞ്ഞു കൊടുക്കുക. ഞാൻ സേതുവിൻ്റെ പേരിൽ കേസ് വല്ലതും ചാർജ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പം, ശരി അങ്കിളെ, അത് ഞാൻ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഋതിക തുള്ളിച്ചാടി നേരെ അമ്മയോടും ചേച്ചിയോടൊക്കെ കാര്യം പറയാനായിട്ട് പോകുക. ഈ സമയത്ത് പൂർണിമയും അതുപോലെ നമ്മുടെ അച്ചുവും കൂടി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ബേബി ചേച്ചി പറഞ്ഞു, ഞാൻ സഹായിക്കാം, നിങ്ങളങ്ങ് പൊക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബേബി ചേച്ചി ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അമ്മയ്ക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു. അമ്മയുടെ പുന്നാരമോൻ സേതുവിനെ പോലീസ് പൊക്കി, കൂടെ ഒരു പെണ്ണും ഉണ്ടെന്ന് പറഞ്ഞു. പെണ്ണിനെ ചിലപ്പോൾ അമ്മ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ സ്വാതി പഠിച്ചിരുന്ന കോളേജിലെ പല്ലവി മിസ്സില്ലേ, പുള്ളിക്കാരിയാണ് കക്ഷിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇങ്ങനെ ആലോചിക്കും കേട്ടോ ഇവർ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചുവിനും ചെറിയൊരിത്, രണ്ടിനെയും കൂടി കോളേജിലെ ക്ലാസ് മുറിയിൽ നിന്ന് പോലീസും ആൾക്കാരും ചേർന്ന് പൊക്കി. ഇന്നലെ രാത്രി രണ്ടും കൂടി ഒരുമിച്ചായിരുന്നു അവിടെ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുക നമ്മുടെ പൂർണിമയെ. അപ്പം സത്യമാണോ മോളി പറയുന്നതെന്ന് ബേബി ചേച്ചി ചോദിച്ചപ്പോൾ, സത്യമാണ്, പ്രതാപനങ്ങളാ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ എന്നും പറഞ്ഞു ബേബി ചേച്ചി നിൽക്കുന്നു. നമ്മുടെ പൂർണിമ ആകെ വല്ലാതെ ആയിട്ടോ. എന്തായാലും ഒരു സ്ത്രീലംബടനാണല്ലോ ഈ വീട്ടിൽ താമസമാക്കിയിരിക്കുന്നതെന്ന് ഋതു പറഞ്ഞപ്പോൾ, അമ്മ ഋതു പറയുന്നത് പോലെയൊന്നും അല്ല, പല്ലവി വലിയേട്ടൻ സ്നേഹിക്കുന്ന പെണ്ണ. അവർ കോളേജിൽ ഒരു രാത്രി ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമെന്ന് പറഞ്ഞു അച്ചു. അതെ, കാരണമുണ്ട്, പക്ഷേ അതിന് പറയുന്ന പേര് അവിഹിതമെന്നാണെന്ന് ഋതുക. അമ്മ നിൽക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞപ്പം, സേതുവിന് അവളെ ഇഷ്ടമാണെങ്കിൽ അങ്ങ് കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിച്ചു പൂർണിമ. പെണ്ണ് ഒരിക്കലൊന്ന് കെട്ടിയതാ, ഇനി കല്യാണം കഴിക്കണമെങ്കിൽ അവളുടെ ഹസ്ബൻഡ് സമ്മതിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കേട്ടിങ്ങനെ ബേബി ചേച്ചി, എന്നാലും സേതുവിന് ഇതെന്തു പറ്റി ഭഗവാനെ, പ്രേമിക്കാൻ കല്യാണം കഴിച്ച പെണ്ണിനെ കിട്ടിയുള്ളോ എന്നൊക്കെ ചോദിച്ചപ്പോൾ, എൻ്റെ വല്യേട്ടൻ അങ്ങനെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവളൊരു നല്ല പെൺകുട്ടിയായിരിക്കും എന്ന് അച്ചു പറഞ്ഞു. അപ്പം അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്ന് പൂർണിമയും പറഞ്ഞു. എല്ലാവരും കൂടെ സേതുവിനെ എടുത്ത് തലയിലോട്ട് അങ്ങ് വെച്ചോ. അയാൾ കാരണം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായി ഇപ്പം പൊന്നുമടങ്കാർക്ക്. ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ ഋതിക അവിടെ നിന്ന് അങ്ങ് പോയി. ഋതിക അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവരാകെ ഇതായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അച്ഛമോളെ, പെണ്ണിൻ്റെ പേരെന്തെന്നാ പറഞ്ഞേ? അപ്പോൾ പല്ലവി എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല പേരാണല്ലോ, പേര് പോലെ തന്നെ പെണ്ണ് നല്ല സുന്ദരി ആയിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് ബേബി ചേച്ചി ഇങ്ങനെ അവിടെ നിന്ന് ജോലി ചെയ്യുന്നു. ഈ സമയത്ത് അവർ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. പിന്നെ ഒരു പുഴയുടെ തീരത്ത് നമ്മുടെ പല്ലവി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക, കഴിഞ്ഞു പോയി ഓരോ കാര്യങ്ങളും ആലോചിച്ച്. ഈ സമയത്ത് സേതുവും അതുപോലെ നമ്മുടെ മിത്രേട്ടനും ഉണ്ണിക്കുട്ടനും ഹരിയും ഇവരെല്ലാവരും കൂടെ സംസാരിക്കുക.
പല്ലവിയുടെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ നോക്കേണ്ട നിന്റെ കടമയാണ്, അതൊക്കെ പറഞ്ഞ് സേതുവിനെ ഏൽപ്പിച്ചു കൊടുക്കും അവർ. അപ്പോൾ രജിസ്റ്റർ മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കണ്ടേ, ഇനി അതിനൊരു താമസം വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പം ആ ഇന്ദ്രനുമായുള്ള ഡിവോഴ്സ് കഴിയാത്തതുകൊണ്ട് രജിസ്റ്റർ മാരേജിൻ്റെ കാര്യമൊന്നും ഇപ്പം നടക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കോവിലിൽ മറ്റോ കൊണ്ടുപോയി താലി കേട്ടാം, അതിനിപ്പോൾ നിയമ തടസ്സമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ മിത്രേട്ടൻ പറയുന്നു. സേതു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നിങ്ങളൊക്കെ ഓരോന്ന് വിളമ്പി കഴിഞ്ഞെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുക. നിങ്ങളൊക്കെ കരുതുന്നത് പോലെ പല്ലവിക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ല. ഇല്ലേ? ആ ഇല്ല. അവൾ രാജലക്ഷ്മിയുടെയും ഇന്ദ്രൻ്റെയും മുന്നിൽ ജയിക്കാൻ വേണ്ടി അങ്ങനെ ഓരോന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ സാരമില്ല സേതുവേട്ടാ, വെറുതെ പറഞ്ഞ പല്ലവി ചിത്ര വാക്കുകൾ നാളെ സത്യമായിട്ട് വരുമെന്ന് ഹരി പറയുവാണ്. ഇത് കേട്ട് നമ്മുടെ സേതു ഇങ്ങനെ നിൽക്കുക. അധികം താമസിയാതെ തന്നെ പല്ലവി ആത്മാർത്ഥമായിട്ട് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. രണ്ടാളും കൂടി കുറച്ച് ദിവസമൊക്കെ ഒന്ന് ഒരുമിച്ച് താമസിച്ചാൽ മതി, ഇഷ്ടമൊക്കെ താനെ വന്നോളൂ എന്ന് പറഞ്ഞു ഉണ്ണിക്കുട്ടൻ. വേണ്ട വേണ്ട വേണ്ട, കല്യാണം കഴിക്കാതെ ഒന്നിച്ച് താമസിക്കുന്നത് അന്തസ് കെട്ട പരിപാടിയാണ്, അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഒരു വീട്ടിൽ 2 മുറിയിൽ താമസിക്കുന്ന കാര്യമാണ് പറഞ്ഞത് എന്ന് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇഷ്ടം തോന്നാനുള്ള സാധ്യതയുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, പല്ലവി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുമ്പോൾ പിന്നെ പല്ലവി ചേച്ചി എവിടെ കൊണ്ട് താമസിപ്പിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഹോസ്റ്റലിൽ വല്ലതും ആക്കാമെന്ന് വെച്ചാൽ ആ ഇന്ദ്രൻ്റെ ശല്യം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. സുരക്ഷിതമായൊരു സ്ഥലം അത് കണ്ടുപിടിച്ചേ പറ്റുമെന്ന് സേതു അന്നേരം പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. അത് കുറുപ്പമ്മാവനാണ് വിളിക്കുന്നത്. അപ്പോൾ കുറുപ്പമ്മാവൻ വിളിച്ചു, കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ നമ്മുടെ സേതു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുകുന്ദമാഷിനെ വിളിച്ച് സംസാരിക്കാം എന്ന് നമ്മുടെ കുറുപ്പമ്മാവൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയോട് ടെൻഷൻ ആവണ്ടെന്ന് പറയാനൊക്കെ പറഞ്ഞു. അവൾക്ക് താമസിക്കാൻ പറ്റിയൊരു വീട് ഞാൻ കണ്ടുപിടിച്ച് തരാം എന്നും പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ നീ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ സേതു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ഇതേ സമയത്ത് നമ്മുടെ കുറുപ്പമ്മാവൻ പൂർണ്ണിമയുടെ അടുത്തേക്ക് ചെന്നു. സേതുവിനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. പല്ലവി സേതു ഇപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരെവിടേക്കും പോയിട്ടില്ല, പല്ലവിയെ എവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും എന്നുള്ളൊരു ടെൻഷനിലാണ് സേതു എന്നുള്ള കാര്യം പറയുന്നു. എവിടെയെങ്കിലും ഒരു വീട് നോക്കി കൊടുക്കണം, അല്ലാതെ ഒരു പെൺകുട്ടിയെയും കൊണ്ട് എത്ര നേരവാ അവനിങ്ങനെ നടുറോട്ടിൽ നിൽക്കേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ നമ്മുടെ കുറുപ്പമാൻ. അപ്പോൾ കുറുപ്പേട്ട സേതുവിനെ വിളിച്ചു പറ, പല്ലവിയും കുട്ടി ഇങ്ങോട്ട് വരാൻ, അവൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പൂർണ്ണിമ പറഞ്ഞപ്പോൾ പൂർണ്ണിമ തന്നെ ഈ വിവരം അവനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ പൂർണ്ണിമ പറഞ്ഞത് ഒരു കാര്യം ചെയ്യും, സേതുവിനോട് നേരിട്ട് പറയാൻ കുറുപ്പമാവൻ പറഞ്ഞപ്പോൾ കുറുപ്പമാവൻ ഫോൺ വിളിച്ചു, സേതുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. സേതുവായിട്ട് സംസാരിച്ചു. ഈ സമയത്ത് നീ പല്ലവിയെയും കൊണ്ട് എവിടേക്കും പോവണ്ട, അവളെ പൊന്നുമടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പൂർണ്ണിമ പറഞ്ഞു. അത് കേട്ടപ്പം അതൊന്നും വേണ്ട, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു സേതു. ഞാൻ നോക്കട്ടെ വേറെ എവിടെയെങ്കിലും വീട് ശരിയാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ സേതു ഞാൻ എൻ്റെ മകനോടാണ് പറയുന്നതെന്ന് പൂർണ്ണിമ പറഞ്ഞു. ലക്ഷ്മി പറയുന്നത് പോലെ കണ്ട് നീ എൻ്റെ വാക്കുകൾ അനുസരിക്കണം എന്ന് പറഞ്ഞു. അവളെ നീ ഇവിടേക്ക് കൊണ്ടുവരണമെന്നുള്ള കാര്യങ്ങൾ പറയുക നമ്മുടെ പൂർണ്ണിമ. അതും പറഞ്ഞിട്ട് ഫോൺ കുറുപ്പേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഈ സമയത്ത് സേതു അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ, നീ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ കുറുപ്പമ്മാവനും പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ അവൻ പറഞ്ഞതെന്ന് പൂർണ്ണിമ ചോദിക്കുക. അപ്പോൾ പല്ലവി അവനിങ്ങ് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ അത് കേട്ട് ഭയങ്കര സന്തോഷത്തിൽ പൂർണ്ണിമ ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ സമയത്ത് അവരെല്ലാവരും കൂടെ സേതുവിൻ്റെ അടുത്തേക്ക് വന്നു. എന്താ മുഖം വാടിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഒന്നുമില്ലടാ എന്ന് പറഞ്ഞു. എന്നോടിപ്പോൾ പൂർണ്ണിമാമിയാണ് സംസാരിച്ചത്, അത് പിന്നെ പല്ലവിയെ പൊന്നുമടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പം അതിന് നീ എന്തിനാണ് അത്ര ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിച്ചു. പല്ലവിയെ താമസിപ്പിക്കാൻ ഇത്രയും സേഫായിട്ടുള്ള ഒരു സ്ഥലം വേറെ ഉണ്ടോ? അപ്പോൾ അതത്ര ശരിയാവുമോ? സേതുവേട്ടൻ്റെ അനിയത്തിമാരുടെ സ്വഭാവത്തിന് പല്ലവി ചേച്ചി അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി ശരിയാവുമോ? അവർ ചേച്ചിയുടെ സ്വസ്ഥത കളയില്ലേ എന്ന് ഉണ്ണിക്കുട്ടൻ ചോദിച്ചു. അപ്പോൾ അച്ചു വലിയ കുഴപ്പമില്ലടാ, ഋതുവാ കുഴപ്പം, അതൊരു കണ്ണി ചോരയില്ലാത്ത എനമാന്ന് പറഞ്ഞു. അപ്പോൾ പൂർണ്ണിമാമ ഇടപെട്ട കേസായതുകൊണ്ട് ആരും ഇവിടെ തല പൊക്കില്ലെന്നേ. സേതു നീ ധൈര്യമായിട്ട് പോയി പല്ലവിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അതും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ പല്ലവിയോട് ചെന്ന് പറയുവാണ് പൊന്നുമടത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അത് വേണ്ടാന്ന് പല്ലവി പറഞ്ഞു. അപ്പോൾ പൂർണ്ണിമാമയും അതുപോലെ കുറുപ്പമ്മാവനും ഒക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട സേതുവേട്ടാ, അത് ശരിയാവില്ല എന്ന് തന്നെ പല്ലവി പറയുക. ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഹോസ്റ്റലിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഹരി പറഞ്ഞു. ചേച്ചി തനിച്ചാണെന്ന് മനസ്സിലായ ആ ഇന്ദ്രൻ എന്തെങ്കിലും പൊല്ലാപ്പോട്ട് വരും ചേച്ചി, അത് ഉറപ്പാണെന്ന് പറയാം. ഇത് കേട്ട് ആകെ ധർമ്മസങ്കടത്തിലായി നമ്മുടെ പല്ലവി. പൊന്നുമടത്തിലാകുമ്പോൾ സേതുവേട്ടനെ പേടിച്ചേ അവൻ ആ വഴിക്ക് വരാനേ പോകുന്നില്ല എന്നും പറഞ്ഞു. തൽക്കാലം പൊന്നുമടത്തിലേക്ക് പോകുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത് പല്ലവി എന്ന് നമ്മുടെ മിത്രേട്ടനും പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം ശരിയെന്ന് ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ പോകാമെന്ന് പല്ലവി സമ്മതിച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടി സംസാരിച്ച് ആ ഒരു തീരുമാനത്തിലെത്തി. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ബേബി ചേച്ചി അവിടെ വിളക്കൊക്കെ തേച്ചും തുടച്ചൊക്കെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ഋതു വന്നിട്ട് ചോദിച്ചു ഇതെന്ത് ചെയ്യുവാണെന്ന്. അതുകൊള്ളാം,
സേതു പല്ലവിയും കൊണ്ട് വരുമ്പോഴേ നിലവിളക്ക് കൊടുത്ത് അകത്തോട്ട് സ്വീകരിക്കണ്ടേ എന്ന് ചോദിച്ചു. ചേച്ചി സേതു അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞോ? സേതു പറഞ്ഞില്ല, പക്ഷേ പൂർണിമ ചേച്ചി സേതുവിനോട് പറഞ്ഞു പല്ലവിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്താ വട്ടാണോ എന്ന് ചോദിക്കുവാണ് ഋതിക. അപ്പോഴേക്ക് ഇത് കേട്ട് പൂർണിമ അങ്ങോട്ടേക്ക് വന്നു. എന്തു പറ്റി, എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പം അമ്മ വന്നല്ലോ, അമ്മയോട് തന്നെ ചോദിച്ചോളാൻ പറഞ്ഞു. അമ്മ എന്തിനാ സേതുവിനോട് പല്ലവിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത്? അതിൻ്റെ ആവശ്യം എന്താ? വരുന്നവർക്കും പോകുന്നവർക്കും വന്നു കയറാൻ പൊന്നുമ്മടം വീടെന്താ സത്രമാണോ എന്ന് ചോദിച്ചു. നീ അച്ഛൻ എഴുതി വെച്ച വിൽപത്രം വായിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു പൂർണിമ. അതിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് പൊന്നുമ്മടം വീട് സേതുവിനും കൂടി അവകാശപ്പെട്ട വീടാണ് എന്നുള്ളത്. എന്താ സേതുവിനെ വിശ്വസിച്ച് ഇറങ്ങി വന്ന പെണ്ണിനെയും കൊണ്ട് അവൻ ഇവിടേക്കല്ലാതെ വേറെ എവിടേക്കാണ് പോവേണ്ടതെന്ന് ചോദിച്ചു പൂർണിമ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അവളെയും കൊണ്ട് ഈ വീട്ടിലേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയാൻ ഋതിക. അപ്പോൾ വല്യേട്ടന് അവകാശപ്പെട്ട വീട്ടിലേക്ക് പെണ്ണിനെ കൊണ്ടുവരാൻ ഇതിനെ നിന്റെ സമ്മതമെന്ന് അച്ചുവും വന്ന് ചോദിച്ചു. വിൽപത്രത്തിന്മേൽ അവകാശങ്ങൾ സ്ഥാപിക്കാൻ നീ ശ്രമിക്കുകയാണെന്നും പറഞ്ഞ് വല്യേട്ടൻ ഒരു കേസ് ഫയൽ ചെയ്താലേ നിന്റെ ചാടത്തുള്ളലൊക്കെ അവിടെ നിൽക്കുമെന്ന് നമ്മുടെ അച്ചു പറയുക. അതുകൊണ്ട് അവരുടെ വരവ് തടയാൻ ഇറക്കി വിടാം എന്നൊക്കെയുള്ള ചിന്ത കളഞ്ഞിട്ട് നല്ല കുട്ടിയായിട്ട് അവരുടെ വീടിനകത്തേക്ക് കയറ്റാനുള്ള വഴി നോക്കാൻ പറഞ്ഞു. അപ്പം നിങ്ങളൊക്കെ കൂടെ ചേർന്ന് കയറ്റിയാൽ മതി, ഞാൻ ഒന്നിനും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഋതിക ഒച്ചയെടുക്കുക. തൽക്കാലം നീ ഒന്നിനും വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഒരു കാര്യം കൂടി നിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സേതുവിനോടുള്ള ദേഷ്യം വെച്ച് നീ പല്ലവിയുടെ സമാധാനം കെടുത്താൻ ചെന്നാ പല്ലവി ഇവിടെ ഉണ്ടാകും, പക്ഷേ നീ ഇവിടെ ഉണ്ടാകില്ല എന്ന് പൂർണിമ ഋതികയോട് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതാപൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു. പ്രതാപൻ കയറി വന്നപ്പോൾ എന്താ ഇവിടെ കാര്യം നീ ചോദിച്ചു. അപ്പോഴേക്ക് ഋതിക കരഞ്ഞുകൊണ്ട് മാമൻ്റെ അടുത്തേക്ക് ചെല്ലുക. അങ്കിള് നോക്കിക്കേ, സേതുവിൻ്റെ പെണ്ണിനെ ആനയിക്കാനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നത്. അവൾ ഇവിടേക്ക് കയറ്റരുതെന്ന് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ ഇവിടെ ഉള്ളവരാരും തയ്യാറാകുന്നില്ല എന്ന് ഋതിക പറഞ്ഞു. സേതുവിൻ്റെ അവകാശങ്ങളുടെ പേരും പറഞ്ഞ് എന്നെ ഇവർ ഭീഷണിപ്പെടുത്തുവാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രതാപൻ, ചേച്ചി വിൽപത്രത്തിൽ അളിയൻ എന്തൊക്കെ കോപ്രായങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കരുതി അവനെ ഇവിടെ ആറാടാൻ അനുവദിക്കരുത്. വെറും തല തിരിഞ്ഞവനവൻ. ഇന്ന് അവൻ ഒരുത്തയെ വിളിച്ചുകൊണ്ട് വന്നു, നാളെ അവൻ 5-6 പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് വന്നാൽ എന്ത് ചെയ്യും? അവൻ ഈ വീടിന് മേൽ അവകാശം ഉണ്ടെന്നും പറഞ്ഞ് നമുക്കതെല്ലാം അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ വല്യേട്ടൻ്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി ഉണ്ടാകില്ല എന്ന് അച്ചു പറഞ്ഞു. പിന്നെ വേറൊരുത്തൻ കല്യാണം കഴിച്ച പെണ്ണിനെയും കൊണ്ട് വരുന്നത് വളരെ അന്തസ്സുള്ള കാര്യമാണല്ലോ അല്ലേ എന്ന് ഈ ഋതിക പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ പ്രതാപൻ്റെ ഒരു ചിരി. എന്തായാലും അവൻ കൊണ്ടുവരുന്ന പെണ്ണിനെ ഈ വീടിനകത്തേക്ക് വിളിച്ച് കയറ്റിയാൽ നാട്ടുകാരുടെ മുന്നിൽ പൊന്നുമടം വീടിന് അതൊരു ചീത്തപ്പേര് തന്നെയായിരിക്കുമെന്ന് പ്രതാപൻ പറഞ്ഞു. അത് പിന്നെ ചേച്ചി ഒന്ന് ഓർത്താൽ നന്നായിരിക്കുമെന്നും. അപ്പം നീ എന്തൊക്കെ പറഞ്ഞാലും പല്ലവിയെ ഈ വീട്ടിലേക്ക് കയറ്റാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് തറപ്പിച്ച് പറഞ്ഞു നമ്മുടെ പൂർണിമ. ഇനി ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് മാറാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ലായിരുന്നു. പിന്നെ ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഈ സമയത്ത് അങ്കിളൊന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഋതിക വിളിച്ചുകൊണ്ട് പോവുക പ്രതാപനെ. ആ സമയത്ത് ബേബിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു നമ്മുടെ പൂർണിമ. അന്നേരം ചേച്ചി പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും സെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ നിലവിളക്കെടുത്തു, എല്ലാം റെഡിയാക്കി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം അതൊന്നും വേണ്ട, കല്യാണം കഴിഞ്ഞ ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്തും മതി എന്ന് പറഞ്ഞ് അങ്ങനെ ബേബി അവിടുന്ന് പറഞ്ഞു വിട്ടു. ഇതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ മാറി നിന്ന് സംസാരിക്കുക. അതെ, ആ പല്ലവിയെ കെട്ടിയിരിക്കുന്നത് ആരാണെന്ന് അറിയാവോന്ന് ചോദിച്ചു. അപ്പോൾ ആരാന്ന് ചോദിച്ചു. ഏതോ ഒരു ഇന്ദ്രപ്രസ്ഥത്തിലെ ഇന്ദ്രജിത്താണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഇന്ദ്രപ്രസ്ഥത്തിലെ ഇന്ദ്രജിത്തോ, അതാരാ എന്നൊക്കെ പ്രതാപൻ ഇങ്ങനെ ചിന്തിക്കുന്നു. രാജലക്ഷ്മിയുടെ മോനാണോ? അതായിരിക്കും. അതെ, രാജലക്ഷ്മി ഭയങ്കര പ്രശ്നക്കാരിയാണ്. ഒരിക്കൽ പാർട്ടി ഫണ്ടിലേക്ക് കുറച്ച് കാശ് ചോദിച്ചപ്പോഴേ അവരെന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാവോ? കേട്ടാലേ ചെവി പോലും അടിച്ചു പോകുന്ന സൈസ് വർത്താനം അവർ പറഞ്ഞത്. അതിനേക്കാളും പ്രശ്നമാണ് ആ ഇന്ദ്രജിത്ത്. 24 മണിക്കൂറും കള്ളും കഞ്ചാവും വലിച്ചേറ്റ് നടക്കുന്ന ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ്റെ പെണ്ണ് ഇവിടെ കയറിയാൽ ഉറപ്പായും അവളെ കൊണ്ടുപോകാൻ അവൻ ഇവിടെ വരും. അങ്ങനെ വന്ന ആ വരവ് ഒരു വരവ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ സേതു ഒന്ന് തീർന്നാൽ മതിയായിരുന്നു എന്ന് ഋതിക. അപ്പോൾ അവനെ തീർന്നാലും പ്രശ്നമാണ് മോളെ. ചിലപ്പോഴേ പോലീസ് ഈ വീടിന് സീൽ ചെയ്യും. അതറിയാവല്ലോ. അവനെ ഈ വീടിൻ്റെ ഒരു അവകാശിയാണ്. 45% ഓഹരി അവൻ്റെ പേരിലാണ്. എൻ്റെ മനസ്സിലിപ്പോൾ അതൊന്നുമില്ല. എങ്ങനെയെങ്കിലും ആ സേതുവിനെ കൊണ്ടുള്ള ശല്യം ഒന്ന് തീരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ദ്രൻ്റെ കൈ കൊണ്ട് തീർന്നില്ലെങ്കിൽ അവനെ കൊണ്ടുള്ള ശല്യം ഈ പ്രതാപൻ അങ്ങളെ തീർത്തു തരും. എന്താ മോൾക്ക് അത് പോരേന്ന് ചോദിച്ചു. അപ്പം മതിയെന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് അങ്ങനെ അങ്ങ് പോവാം. ആ സമയത്താണ് നമ്മുടെ സേതുവും പല്ലവിയും കൂടെ വീട്ടുമുറ്റത്തേക്ക് വരുന്നത്. വണ്ടിയിൽ നിന്ന് ഇവർ രണ്ടുപേരും വന്ന് ഇറങ്ങി ഇങ്ങനെ അന്യരെ പോലെ നിൽക്കുമ്പോൾ പൂർണിമയും അച്ചുവും അതുപോലെ ബേബി ചേച്ചിയും അവരെ കണ്ട് വളരെ സ്നേഹത്തോടെ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് മറ്റതുങ്ങൾ രണ്ടും കൂടെ അപ്പുറം മാറി നിൽക്കുവാണ്.
അപ്പോൾ കുറുപ്പമ്മാവനും അവിടെയുണ്ട്. കുറുപ്പമ്മാവനും ഇറങ്ങി വന്നു കേട്ടോ. ഇവരിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴേക്കും പൂർണിമ ഇറങ്ങി ചെന്നു. എന്നിട്ട് പല്ലവിയെ വിളിച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുവരിക. മുഴുവൻ കാര്യങ്ങളും ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് അവർ രണ്ടുപേരും കൂടെ വന്നു. ഈ നേരത്തേക്കും ഇവർ രണ്ടുപേരും കയറിയ കയറ്റത്തിന് ഈ പ്രതാപൻ ചോദിക്കുവാണ്, ഈ പടിയേറ്റത്തിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യം ഉണ്ടോ എന്ന്. പല്ലവിയാണ് ഒന്നും മിണ്ടുന്നില്ല, തല കുനിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ, ഒന്നും മിണ്ടാൻ പോലും കഴിയാതെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന പല്ലവിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി. ഹൃദയത്തിൻ്റെ ഭാഷകൾ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.